ഗവർണർക്ക് അറ്റപ്പറ്റ അധികാരമുള്ള ഈ സർവകലാശാല വിഷയങ്ങളിലടക്കം ഒരു ആലങ്കാരിക പദവി മാത്രമായി ഗവർണറെ കൊണ്ടുവന്ന് ഈ ഭരണഘടന സംസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗവർണർക്ക് ചെറിയ അധികാരം ഉള്ളിടത്ത് എന്തെല്ലാം തരത്തിലാണ് ഒട്ടകത്തിന് കൂടാരത്തിൽ ഇടം കൊടുത്തതുപോലെയാണ് ഇവിടെ ഗവർണർക്ക് ഇടം കൊടുക്കുമ്പോൾ യൂണിയൻ ഗവൺമെൻറ് അതിനെ പ്രയോജനപ്പെടുത്തുന്നത് നമ്മൾ കേരളത്തിൽ കാണുകയാണ്, തമിഴ്നാട്ടിൽ കാണുകയാണ്, ബംഗാളിൽ കാണുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഈ ഫെഡറൽ തത്വങ്ങളെ സമ്പൂർണ്ണമായി അട്ടിമറിക്കാനുള്ള ഏറ്റവും കടുത്ത നീക്കമായി തന്നെ നമ്മൾ ഇതിനെ കാണണം. മാത്രമല്ല സനീഷ് ഒന്ന് ആലോചിച്ച് നോക്ക്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. നമ്മുടെ കഷ്ടകാലത്തിന് ആ പ്രത്യേക അധികാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ വരെ കേസ് പോയെങ്കിലും സുപ്രീം കോടതി അടക്കം പല അധികാരങ്ങളും ഇപ്പോഴും അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ PMLA ആക്ട് പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്താൽ അതായത് അനാവശ്യമായ അറസ്റ്റുകൾ എത്ര എണ്ണം നടന്നു കഴിഞ്ഞു. അതായത് കൺവിക്ഷൻ റേറ്റ് 1% തികച്ചില്ലാത്ത ഒരു അന്വേഷണ ഏജൻസിയാണെന്ന് ഓർക്കണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപ്പോൾ അതായത് ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 99% പേരെയും അറസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണല്ലോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന ആളുകളെ എത്ര പേരെയാണ് നമ്മൾ പട്ടിക എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ, ഹേമന്ത് സോറൻ, ചന്ദ്രബാബു നായിഡു, സെന്തിൽ ബാലാജി, സത്യേന്ദർ ജെയിൻ, ഇങ്ങനെ എത്ര മന്ത്രിമാരെ ഈ കഴിഞ്ഞ കാലയളവിൽ തന്നെ അതായത് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലയളവ് എടുത്തു നോക്കിയാൽ തന്നെ എത്ര മുഖ്യമന്ത്രിമാരെ, എത്ര മന്ത്രിമാരെ അനാവശ്യമായി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ CBIയോ ഇതുപോലുള്ള ഏജൻസികളോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. കാരണം തീർച്ചയായും അമിതാധികാരമുള്ള ഒരു ഏജൻസി എന്ന നിലയ്ക്ക് അവർക്ക് ഇവരെ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയും. 180 ദിവസം വരെ കസ്റ്റഡിയിൽ വയ്ക്കാനുള്ള ഉപാധികളുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. അതല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ജാമ്യം കിട്ടുന്നതിന് വലിയ പാടാണ്. കാരണം കോടതിയിൽ ആദ്യം തന്നെ തെളിയിക്കണം. ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് ജയിലിൽ കിടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ആളുകളുണ്ട്. ഇവിടെ ജയിലിൽ കിടന്ന് മത്സരിച്ച് മന്ത്രിമാരായവരുണ്ട്, മന്ത്രിമാരായിരിക്കെ ജയിലിൽ പോയവരുണ്ട്. ഇതൊക്കെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിൽ നീതീകരിക്കാവുന്നത് ചിലതുണ്ടാവും, നീതീകരിക്കാനാവാത്തത് ചിലതുണ്ടാവും. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ നേരത്തെ സനീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ പൊതുജനം ഉണർന്നിട്ടുണ്ട്, അവരിറങ്ങി നിന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ തൂത്തെറിഞ്ഞിട്ടുണ്ട്. ഇത് തീരുമാനിക്കേണ്ട ജനമാണ്. അല്ലാതെ ഈ നിലയ്ക്ക് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അമിതാധികാര പ്രവണത കാണിക്കുകയല്ല വേണ്ടത്. അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് കണ്ണിൽ പൊടിയിടാനൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ഇത് പാസ്സാവില്ലായിരിക്കും. പക്ഷേ ചർച്ച തീർച്ചയായും ഇവിടേക്ക് കൂടി പോവേണ്ടതുണ്ട്. അത് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചായാലും അല്ലെങ്കിലും ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തു പോവേണ്ടതുണ്ട്. ഈ നിലയ്ക്കുള്ള അമിതാധികാരം ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ ഒരു യൂണിയൻ ഗവൺമെൻറ്റിന്, അത് ആവർത്തിച്ച് പറയണമല്ലോ, നമ്മളൊക്കെ എപ്പോഴും പ്രയോഗിച്ചത് കേന്ദ്ര സർക്കാർ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു കേന്ദ്ര സർക്കാരല്ല, ഭരണഘടന പറയുന്നതനുസരിച്ച് ഇതൊരു യൂണിയൻ ഗവൺമെൻറ്റാണ്. ആ യൂണിയൻ ഗവൺമെൻറ്റിനെ അതിനനുവദിക്കാതിരിക്കുക എന്നത് ഓരോ പൗരൻ്റെയും കടമ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.